ഇതാണ് സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് സാംസങ് ഗാലക്സി M56 25,000 റുപ്പീസ്, അതായത് 25,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് സെഗ്മെന്റിലാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ആ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും സ്ലിമസ്റ്റ് ഫോൺ കൂടിയാണ്. ഇതാണ് ബോക്സിൽ ഫോൺ, ഡോക്യുമെന്റ്സ് ആൻഡ് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് കണ്ട F06 ആണെങ്കിലും A56, A36 ആ പുതിയ ക്യാമറ മോഡ്യൂൾ ഉണ്ടല്ലോ, എക്സാക്ട്ലി സെയിം ഡിസൈൻ ആണ് ഈ സാംസങ് ഗാലക്സി M56 വന്നിരിക്കുന്നത്. ലെൻസിന് ചുറ്റുമുള്ള ഈ ഒരു ഡെക്കോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ലെൻസ് ഫ്രെയിം എന്നൊക്കെ പറയാൻ പറ്റും, അത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം വന്ന M55 ഉണ്ടായിരുന്ന ആ ഒരു പ്ലാസ്റ്റിക് ബാക്ക് എടുത്ത് മാറ്റിയിട്ട് ഇത്തവണ ഗ്ലാസിന്റെ ബാക്ക് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ഫീൽ ആണ് കിട്ടുന്നത്. ഫോണിന്റെ ടോപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്, റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ എവിടെയായിട്ടാണ് സിം ട്രേ. അതെടുത്ത് നോക്കുകയാണെങ്കിൽ യെസ്, ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ SD കാർഡ് യൂസ് ചെയ്യാൻ കഴിയില്ല. താഴെ മൈക്ക് ഉണ്ട്, USB Type-C പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. സോ ഫോണിന് ചുറ്റുമുള്ള ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഇത് ബേസിക്കലി ഫ്ലാറ്റ് ഫ്രെയിം ആണ്. സോ ഈ ഒരു ഫോൺ ഒരു ബോക്സി ഡിസൈനിലാണ് വരുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിം ആണ്, 7.2 mm ആണ് തിക്നെസ്, 180 gram ആണ് വെയിറ്റ്. സോ തീർച്ചയായിട്ടും ഒരു സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. സാംസങ്ങിന്റെ സ്വന്തം Exynos 1480 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട ഗാലക്സി A55 ഉണ്ടല്ലോ, അതിലുണ്ടായിരുന്ന സെയിം ചിപ്സെറ്റ് ആണ് ഈ ഫോണിൽ തന്നിരിക്കുന്നത്. കൂടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ LPDDR5X RAM ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നോർമലി സാംസങ്ങിന്റെ S സീരീസ് ഫോൺസിൽ വരുന്ന റാം ടൈപ്പ് ആണ് ഈ LPDDR5X RAM. UFS 3.1 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ പ്രൈസിൽ ഇപ്പോഴും പല ഫോൺസിലും LPDDR4X RAM ആൻഡ് UFS 2.2 സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫാസ്റ്റ് റാം ആൻഡ് സ്റ്റോറേജ് ആണ് തന്നിരിക്കുന്നത്. ഏകദേശം 7.4 lakh in AnTuTu സ്കോർ ആണ് കിട്ടുന്നത്. ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്റ്റേബിൾ റിസൾട്ട് ആണ് കിട്ടിയത്. കണ്ടില്ലേ, ഓൾമോസ്റ്റ് 95% ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി ആണ് കിട്ടിയത്. സോ ഒരു സ്റ്റേബിൾ ചിപ്സെറ്റ് ആണ്. സോ ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡീസെന്റ് പെർഫോമൻസ് ആണ് തരുന്നത്. അതായത് ഈ ഒരു M56 വരുന്ന ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ആണെങ്കിലും AI ഫീച്ചേഴ്സ് ആണെങ്കിലും, ആ ഫീച്ചറിലേക്ക് ഞാൻ വരാം. എനിവേ, സോ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫോൺ നല്ലോണം തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ അറിയാലോ, സാംസങ്ങിന്റെ M സീരീസ് ഫോൺ ഗെയിമിങ്ങിന് വേണ്ടി, അതായത് പ്രോ ഗെയിമിംഗ് അല്ലെങ്കിൽ ഭയങ്കര ഹെവി പെർഫോമൻസിന് വേണ്ടിയുള്ള ഫോൺ അല്ല. വേണമെങ്കിൽ ഗെയിമിംഗ് ചെയ്യാം. അതായത് ഞാൻ ആക്ച്വലി BGMI ആൻഡ് കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച് നോക്കിയിരുന്നു. രണ്ടിലും 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോർ അടിക്കുമ്പോൾ എടുത്ത് കാഷ്വൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഗെയിമിങ്ങിന്റെ സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ കൊണ്ടുപോയിട്ട് അത്യാവശ്യം വെയിൽ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് ക്യാമറ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് ആവാൻ സാധ്യതയുണ്ട്. സോ ഈ പറഞ്ഞ ഹീറ്റിംഗ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി ഈ ഫോണിൽ വേപ്പർ ചേംബർ കൂളിംഗ് സംവിധാനമൊക്കെ ഘടിപ്പിച്ച് തന്നിട്ടുണ്ട്. സാംസങ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം വന്ന S24 Plus ഉണ്ടല്ലോ, അതിലുണ്ടായിരുന്ന എക്സാക്ട്ലി സെയിം വേപ്പർ ചേംബർ സിസ്റ്റം ആണ് ഇവിടെയും തന്നിരിക്കുന്നത്. എന്റെ ഇനീഷ്യൽ യൂസിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഞാൻ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞില്ലേ, AnTuTu റൺ ചെയ്ത് നോക്കി, ത്രോട്ട്ലിംഗ് ടെസ്റ്റ് റൺ ചെയ്തു, ഈവൻ ഗെയിമിംഗ് ചെയ്ത് നോക്കി. എന്റെ ഇനീഷ്യൽ ഒരു യൂസിൽ ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഫോണിന്റെ ലോങ് ടേം റിവ്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക, ഞാനത് ചെയ്യാം. 6.7 inch സൈസ് ഉള്ള ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാറ്റ് സൂപ്പർ ആംലോഡ് പ്ലസ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ്ങിന്റെ സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. അതായത് നല്ല വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്തവണ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം വന്ന M55 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാംസങ് കുറച്ചിട്ടുണ്ട്. അവർ പറയുന്ന അനുസരിച്ച് 36% സ്ലിമ്മർ ബെസലാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ സ്ലിം ആണ്, താഴെ പൊടിക്ക് കൂടുതലാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഫോണിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ ഫ്രണ്ടിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇത്തവണ HBM ബ്രൈറ്റ്നസ് കൂട്ടി 1200 nits ആക്കിയിട്ടുണ്ട്. സോ ഔട്ട്ഡോർ വിസിബിലിറ്റി ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നല്ലതാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്കുക. സോ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും എല്ലാം ക്ലിയർലി വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. HDR10+ സർട്ടിഫൈഡ് ഡിസ്പ്ലേ ആണ്. അത് യൂട്യൂബിൽ മാത്രമല്ല, ഈവൻ നെറ്റ്ഫ്ലിക്സിലും ആ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ചില കമ്പനികൾ ഈ നെറ്റ്ഫ്ലിക്സ് സർട്ടിഫിക്കേഷൻ സ്കിപ്പ് ചെയ്യാറുണ്ട്, സാംസങ് അത് തന്നിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. വലിയ കുഴപ്പമില്ല, ഡീസന്റ് സ്പീഡിൽ ഓപ്പൺ ആയി വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ സാംസങ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല. ഈ ഫോൺ വരുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാംസങ് അത് കൊടുക്കേണ്ടതായിരുന്നു. മോണോ ബോട്ടം ഫയറിംഗ് സ്പീക്കർ ആണ് വരുന്നത്. അതിന്റെ പെർഫോമൻസ് ഒക്കെ ഡീസന്റ് ആണ്. 5000 mAh ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത്. എന്റെ ഒരു ഇനീഷ്യൽ യൂസിൽ, നോർമൽ യൂസിൽ 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ലോങ് ടേം റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ പറഞ്ഞുതരാം ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ടെന്ന്. 45 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അറിയാലോ, ബോക്സിൽ ചാർജർ വരുന്നില്ല. Android 15 ബേസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് One UI 7 ആണ് വരുന്നത്. പിന്നെ ഇത്തവണ സാംസങ് ഒരു M സീരീസ് ഫോണിലും ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ പ്രോമിസ് ഉണ്ടല്ലോ, അത് 4 വർഷത്തിൽ നിന്ന് കൂട്ടിയിട്ട് 6 വർഷം ആക്കിയിട്ടുണ്ട്. സോ 6 generations of OS അപ്ഡേറ്റ് കിട്ടുമെന്നാണ് സാംസങ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ സോഫ്റ്റ്വെയറിൽ ക്യാൻഡി ക്രഷും പിന്നെ സ്നാപ്ചാറ്റ് പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ സാംസങ് ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടി വരും.
പിന്നെ പുതിയ 1 UI ഉണ്ടല്ലോ, 1 UI 7, അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സ് ഇവിടെയും വരുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ലൈവ് അലേർട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന നൗ ബാറിൻ്റെ ഫീച്ചർ ഇതാണ്ടല്ലേ. സോ മ്യൂസിക് പ്ലേ ബാക്ക് ആണെങ്കിലും ടൈമർ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ മാറ്റി മാറ്റി കാണാൻ പറ്റും. പിന്നെ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുന്ന മാൾവെയർസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഓട്ടോ ബ്ലോക്കറിന് ഫീച്ചർ ഉണ്ട്, തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്, കുറച്ചും കൂടി റൗണ്ടഡ് ഐക്കൺസ് ആണ് വരുന്നത്. റൈറ്റിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ക്വിക്ക് ടോഗിൾസും ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ്. പിന്നെ ഈ കാണുന്ന ക്വിക്ക് ടോഗിൾസ് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും, വലുതാക്കാം, ചെറുതാക്കാം. പുതിയ വിഡ്ജറ്റ്സും വരുന്നുണ്ട്. ഈ പറഞ്ഞ വിഡ്ജറ്റ്സിന്റെ സൈസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി ഒരു സാംസങ് ഫോണിൽ വരുന്ന നോക്ക് സെക്യൂരിറ്റി ആണെങ്കിലും സെക്യൂർ ഫോൾഡർ, മെയിൻ്റെനൻസ് മോഡ്, സാംസങ് വാളറ്റ്, ഇതെല്ലാം ഈ ഫോണിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ M56 NFC സപ്പോർട്ടുമായാണ് വരുന്നത്. സോ ഇതിലുള്ള സാംസങ് വാളറ്റ് ഫീച്ചർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസിലി ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും. 50 MP പ്ലസ് 8 MP പ്ലസ് 2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. സെൽഫി ക്യാമറ 12 MP സാംസങ് പറയുന്നതനുസരിച്ച് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസിലുള്ള 12 MP സെൽഫി ക്യാമറ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. സോ ഞാൻ ഈ ഒരു ഫോൺ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. എനിക്ക് പേഴ്സണലി കണ്ടിട്ട് സാംസങ്ങിന്റെ ഒരു ടിപ്പിക്കൽ ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, അതായത് ഭയങ്കര കളർഫുൾ, വൈബ്രന്റ്, പഞ്ചി കളേഴ്സ് ഉള്ള ഫോട്ടോസ് ആയിരിക്കും. ആ സെയിം ഒരു സംഭവമാണ് ഇവിടെ കിട്ടിയത്. സ്കിൻ ടോൺ ഒക്കെ നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ട്. സ്കിൻ ടെക്സ്ചർ ആണെങ്കിലും കളർ ആണെങ്കിലും അതൊക്കെ നല്ലോണം തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. സാംസങ്ങിന്റെ ഒരു ടിപ്പിക്കൽ ക്യാമറ പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ക്യാമറ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 1x and 2x മോഡിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇത് ബേസിക്കലി മെയിൻ ക്യാമറ വെച്ച് തന്നെയാണ് ക്രോപ്പ് ചെയ്യുന്നത്. സാമ്പിൾസ് കാണാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും എഡ്ജ് ഡിറ്റക്ഷൻ ആണെങ്കിലും ഡീസെന്റ് ആണ്. പിന്നെ മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും രണ്ടും എൻഹാൻസ്ഡ് നൈറ്റോഗ്രഫി, അതായത് നൈറ്റ് മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണെങ്കിലും രാത്രിയിൽ ഔട്ട്ഡോർ ആണെങ്കിലും ഡീസെന്റ് നൈറ്റ് ഫോട്ടോസ് എടുത്ത് തരുന്നുണ്ട്. ഞാൻ സെൽഫി ക്യാമറ ആൻഡ് റിയർ ക്യാമറ നൈറ്റ് ഫോട്ടോ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. അതുപോലെ തന്നെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് നമുക്ക് സ്റ്റേബിൾ 4K 30fps വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സാംസങ് പറയുന്നതനുസരിച്ച് ഇതിലുള്ള വീഡിയോ ഉണ്ടല്ലോ, അത് 10-bit HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നുമില്ല. നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്ന സീനറി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഓബ്ജക്റ്റ്, അതനുസരിച്ച് അത് HDR ക്യാപ്ചർ ചെയ്യും. ഇത് റിയർ ക്യാമറ ആൻഡ് ഫ്രണ്ട് ക്യാമറ രണ്ടിലും ഉണ്ട്. പിന്നെ ക്യാമറ ബേസ്ഡ് AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓബ്ജക്ട് ഇറേസറിന്റെ ഫീച്ചർ വരുന്നുണ്ട്. ഒരു ഇമേജിൽ നിന്ന് സബ്ജക്ട് ക്ലിപ്പ് ചെയ്ത് തരുന്ന ഇമേജ് ക്ലിപ്പർ. പിന്നെ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് മേളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ താഴെ എഡിറ്റ് സജഷൻസ് വരുന്നുണ്ട്. അതായത് ഫോൺ റെക്കമെൻഡ് ചെയ്യുന്ന സജഷൻസ് ആണ്, നിങ്ങൾക്ക് അതനുസരിച്ച് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം. സോ ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഫോൺ 25,000 താഴെ, അതായത് ഓഫറൊക്കെ ചേർത്ത് 25,000 രൂപ താഴെയുള്ള പ്രൈസ് റേഞ്ച് ആയിരിക്കും വരുന്നത്. സോ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ സാംസങ്ങിന്റെ മിക്ക എല്ലാ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഓൾറൗണ്ട് ഫോൺ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്തരത്തിലുള്ള ഒരു ഫോൺ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സാംസങ് ഗാലക്സി M56 ചെക്ക്ഔട്ട് ചെയ്യാം. ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.